നിന്ന് ആരംഭിക്കുകയാണ്. അഡ്വക്കേറ്റ് ബലദേവ്, ഈ സർക്കാരിന് ഇനി 3 മാസം കൂടിയേ ആയുസുള്ളൂ. വിശദമായ ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവ് മാത്രമായിട്ടല്ലേ കാണാൻ പറ്റൂ? വാഗ്ദാനങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമല്ലേ ഈ ബജറ്റ് വാഗ്ദാനങ്ങളെ കാണാൻ പറ്റുള്ളൂ? യാതൊരു വാഗ്ദാനങ്ങളും സാധാരണഗതിയിൽ ഇലക്ഷൻ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റാണ് ഏതൊരു ഗവൺമെന്റ് അവതരിപ്പിക്കും. ആ തെരഞ്ഞെടുപ്പ് ബജറ്റിലൂടെ നടപ്പിലാക്കാൻ കഴിയാത്ത പല വാഗ്ദാനങ്ങളും നൽകും. ഇവിടെ അങ്ങനെ ഒരു കാര്യം പോലും ഞങ്ങൾ ഈ ബജറ്റിൽ പറഞ്ഞിട്ടില്ല. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ക്ഷേമ പെൻഷൻ കൂട്ടുന്നത്. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ല. പിന്നെ ആകെ ചെയ്തത് 30 വയസ്സിന് മുകളിലുള്ള 60 വയസ്സിന് താഴെയുള്ള വനിതകൾക്ക് 1000 രൂപ വീതം പ്രതിമാസം നൽകുന്നത്. അത് 38 ലക്ഷം പേരാണ് ഏകദേശം കണക്കനുസരിച്ച് വരുന്നത്. അപ്പോൾ മൊത്തം പെൻഷൻ ഏകദേശം 1 കോടിയോളം അടുത്ത ആൾക്കാർ വരും. 62 ലക്ഷം പേർക്ക് ഞങ്ങൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നു. കൂടാതെ 1000 രൂപ അതിന് പ്രത്യേകം തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ചർച്ച ചെയ്തൊരു കാര്യം ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പദ്ധതിയായിരുന്നു. അത് അവസാനം അവർ റിസീവ് ചെയ്ത ബേസിക് പേയുടെ 50% അവർക്ക് മിനിമം പെൻഷൻ കിട്ടത്തക്ക രീതിയിലേക്ക് അത് പരിഹരിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല, അത് വർഷങ്ങളായിട്ട് അവർ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അവർക്ക് 6 DA കുടിശ്ശികയുണ്ടായിരുന്നു. അതിനകത്ത് ഒരു DA അടുത്ത പ്രാവശ്യം കൊടുക്കാവുന്നു. അവിടെ ഞങ്ങള് ഇലക്ഷൻ സ്റ്റണ്ടൊന്നും കാണിച്ചില്ല. വേണമെങ്കിൽ 4-5 DA അടുത്ത ഓരോ മാസങ്ങളായിട്ട് തരാമെന്ന് പ്രഖ്യാപിക്കാമെന്ന്. ആദ്യത്തെ ഒരു ഗഡു DA അടുത്ത മാസത്തിൽ പ്രഖ്യാപിക്കുമെന്ന് മാത്രമാണ് പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ബജറ്റ് നമ്മൾ നോക്കിക്കാണേണ്ടത് അടിസ്ഥാന വർഗത്തിന്റെ പുരോഗതി. അതിനുവേണ്ടി മാത്രമാണ് ഈ ബജറ്റിൽ പ്രത്യേക തുക മാറ്റി വെച്ചിരിക്കുന്നത്. ആശാ വർക്കർമാർക്ക് ഏകദേശം 25,000-ഓളം ആശാ വർക്കർമാരുണ്ട്. അവർക്ക് 1000 രൂപ വീതം പ്രതിമാസം അവരുടെ ഓണറേറിയത്തിൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അംഗൻവാടി ജീവനക്കാർ അവരൊക്കെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് 1000 രൂപ വീതം വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചു. അതുപോലെ തന്നെ താഴെക്കടയിലുള്ളവർക്ക് പലർക്കുമായിട്ട് പല ഇൻഷുറൻസ് സ്കീമുകൾ. അസംഘടിത മേഖല നമുക്കറിയാം, ഓട്ടോറിക്ഷ തൊഴിലാളി അതുപോലെയുള്ള പാചക തൊഴിലാളികൾ, ഈ അസംഘടിത മേഖലയിലുള്ളവർക്ക് ഒരു ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രത്യേക കരുണയുമായി ബന്ധമില്ല, പുതിയൊരു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് നൽകാനുള്ള സ്കീമും, അതുപോലെ തന്നെ കേരളത്തിൽ നാളെ ഇതുവരെ +2 വരെയായിരുന്നു സൗജന്യ വിദ്യാഭ്യാസം. ഡിഗ്രി വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ അത് ഗുണം ചെയ്യുന്ന സാധാരണക്കാർക്കാണ്. കാരണം പണക്കാരുടെ മക്കളൊക്കെ ശാസ്ത്രീയ കോളേജുകളിലും മറ്റു കോളേജുകളിലൊക്കെയാണ് പഠിക്കുന്നത്. സാധാരണ ഗവൺമെന്റ് കോളേജിലേക്കോ അങ്ങനെയുള്ള അൺഎയ്ഡഡ് കോളേജുകളിലൊക്കെ എയ്ഡഡ് കോളേജുകളിലൊക്കെ പോകുന്നത് സാധാരണക്കാരുടെ മക്കളാണ്. അപ്പൊ അവർക്ക് ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ 10 വർഷം ചെയ്യാൻ സാധിക്കാത്തത് ഇപ്പോൾ അവസാന നിമിഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മാസം മാത്രമേ ആയുസുള്ളൂ, ഈ അവസാന നിമിഷത്തേക്ക് എന്തിനാണ് മാറ്റിവെച്ചത്? ചെയ്യാൻ സാധിക്കാത്തതെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ വരുമ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്ന വെറും 600 രൂപയായിട്ട്, അത് 6 മാസത്തെ കുടിശ്ശികയായിരുന്നു. അത് 28 ലക്ഷം പേർക്കാണ് UDF ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. അത് 62 ലക്ഷം പേർക്ക് ഇപ്പോൾ 2000 രൂപ വെച്ച് 1 രൂപ കുടിശ്ശികയില്ലതവരെ. അത് കൊച്ചു കാര്യമാണോ? കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടിയാണ്. അതിന്റെ 1/6 പേര് വരും. അതായത് ഒരു കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു പെൻഷൻ കിട്ടുന്ന ഒരു വീട്ടിലുണ്ടാകും. 62 ലക്ഷം പേർക്ക് പ്രതിമാസം 2000 രൂപ വെച്ച് കൊടുക്കുന്നു. 600 രൂപ ഞങ്ങൾ ഉയർത്തി 2000 ആക്കി. 22 ലക്ഷം എന്നുള്ള 62 ലക്ഷം പേർക്കാക്കി. അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റാച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു കാണിച്ചത് കിഫ്ബി വഴിയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ 90,562 കോടി രൂപ 1140 പദ്ധതികൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 20,000 കോടി രൂപയോളം വർക്കുകൾ ചെയ്തു കഴിഞ്ഞു. ബാക്കി 21,811 കോടി രൂപയുടെ വർക്കുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനകത്ത് വളരെ കൂടുതൽ പൈസ കൊടുത്ത എന്തിനാണ്? ഭൂമി ഏറ്റെടുക്കലിന്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ NH 66 വികസനം, അതിന് 6000-ഓളം കോടി രൂപ ഭൂമി ഏറ്റെടുക്കേണ്ടി കൊടുത്തു. 20,000 കോടി രൂപ കൊടുത്തു. ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ? അപ്പോൾ ഞങ്ങൾ വെറുതെ വാഗ്ദാനങ്ങളല്ല പറയുന്നത്. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട് സംസ്ഥാനത്തിന്റെ തനത് സാമ്പത്തിക വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. പ്ലാൻ സൈസ് പോലും വെട്ടിക്കുറച്ചില്ലേ? പ്ലാൻ സൈസ് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത്. മൂലധന ചെലവ്. ആ മൂലധന ചെലവും അല്ല, പ്ലാനിൽ പറഞ്ഞതിന്റെ എത്രയാണ് എക്സ്പെൻഡ് ചെയ്തത്? ഞാൻ പറയട്ടെ, പ്ലാനിൽ എക്സ്പെൻഡിച്ചർ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ കണക്കുകളിലേക്ക് ഞാൻ വരാം. 2ാം ഘട്ടത്തിലേക്ക് വരാം. ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റ് ഏകദേശം 1,83,000 കോടി രൂപ വരവും
2,17,558 കോടി രൂപ ചെലവും 34,559 കോടി രൂപ കമ്മിയും വരുന്ന ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വളരെ കൂടുതൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഓരോ ബജറ്റും പൂർത്തീകരിക്കുമ്പോൾ ഈ ബജറ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് നാളിതുവരെ ബജറ്റിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, പല കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ വിട്ടുപോകുന്നു, എത്രയോ കാര്യങ്ങൾ പൂരിപ്പിക്കാതെ പോകുന്നു. ഞാൻ വിശദമായിട്ട് പിന്നീട് അവസാനത്തേക്ക് വരാം. നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയാകുന്ന തൊട്ടു മുമ്പ് പീയൂഷ് ഗോയൽ ഒരു സ്വപ്ന ബജറ്റ് അവതരിപ്പിച്ചായിരുന്നു 2019 ഇലക്ഷൻ കണ്ടുകൊണ്ട്. അതിൽ പറഞ്ഞ ഒരു കാര്യം പോലും പിന്നീട് നിർമ്മലാ സീതാരാമൻ നടപ്പിലാക്കിയിട്ടില്ല. വേണമെങ്കിൽ ഞാൻ എണ്ണി പറയാം എന്തൊക്കെയായിരുന്നു പീയൂഷ് ഗോയൽ കൊണ്ടുവന്ന ഒരു ഇടക്കാല ബജറ്റ്. പിന്നീട് നിർമ്മലാ സീതാരാമൻ ഒരു പരിപൂർണ ബജറ്റ് അവതരിപ്പിച്ചു. എത്രയോ കാര്യങ്ങൾ ഇന്ന് തന്നെ നടപ്പാക്കാനായിട്ടുണ്ട്. അസംഘടിത തൊഴിലാളികൾക്ക് പ്രതിമാസം 3,000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറയുന്നു. ന്യായ് പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. 7,20,000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് 30 കോടിയോളം ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്ന് ക്ഷീര കർഷകർ കിസാൻ കാർഡ് കൊണ്ടുവന്ന് കടമൊക്കെ എഴുതിത്തള്ളു. ഇതൊക്കെ പീയൂഷ് ഗോയൽ 2019 പ്രസ്താവിച്ച ബജറ്റിൽ, കേന്ദ്ര ബജറ്റിൽ ഇതൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും ആയിരക്കണക്കിന് കോടി രൂപ വടക്കേ ഇന്ത്യയിലെ കർഷകർക്ക് ഇപ്പോഴും എഴുതിത്തള്ള കിടക്കുകയാണ്. മൊത്തം എഴുതിത്തള്ളുന്നതാണ്. കിസാൻ കാർഡ് വഴി ചേരുന്നവരുടെ എല്ലാം കടമെല്ലാം എഴുതി ചേരുന്നതൊക്കെ പീയൂഷ് ഗോയൽ 2019 ഇടക്കാല ബജറ്റ് പ്രഖ്യാപിച്ചു. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ബജറ്റിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഒരു ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി നടപ്പിലാക്കാനോ പരിപൂർണമായ തുക ചെലവാക്കാനോ കഴിയുന്നില്ല. ഇവിടെ തന്നെ എംപിമാരുണ്ടല്ലോ, BJPയുടെ എംപി കേരളത്തിലുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പ്ലാൻ ഫണ്ട് കേന്ദ്രം അനുവദിക്കുന്ന 5 കോടി രൂപ വെച്ച് അനുവദിക്കുന്നു. അത്